ഹലോ മക്കളെ, ടെല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നമ്മുടെ എഡ്ജ് പ്രോഗ്രാമിന്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം എഡ്ജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് എൻട്രൻസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ NCERT കുറെ കോൺസെപ്റ്റും കുറെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്ത് പഠിക്കും. പക്ഷെ ഒരു എൻട്രൻസ് ലെവലിൽ ഒരു എൻട്രൻസ് മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ പഠിച്ച സാധനങ്ങളൊക്കെ, പഠിച്ച കോൺസെപ്റ്റും പഠിച്ച പ്രോബ്ലംസും ഒക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മുടെ JEE മെയിൻസ് ആയിക്കോട്ടെ, നമ്മുടെ IMUCT ആയിക്കോട്ടെ, ND ആയിക്കോട്ടെ, അങ്ങനെ നിരവധി എൻട്രൻസ് എക്സാമുകളുണ്ട്. നമുക്കറിയാം ഇനിയിപ്പോ +1 +2 കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ +2 കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുന്നിലോട്ട് കുറെ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഫർദർ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ കരിയറിലോട്ടും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവൻ ഇപ്പൊ ഡിഗ്രിക്കാണെങ്കിൽ തന്നെ CUET എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ നിങ്ങൾക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ ലെവലിലുള്ള കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻസ് ഉറപ്പാക്കാൻ പറ്റും. അപ്പൊ അതിനെല്ലാം നമുക്ക് വേണ്ടുന്നത് എന്താ, നമുക്ക് NCERT തറവായിട്ട് നമ്മൾ പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ആ തറവായിട്ട് പഠിച്ച NCERTയിലെ കോൺസെപ്റ്റുകളും ആ പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു വേറെ ലെവലിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻട്രൻസ് എക്സാമുകൾക്ക് നമുക്ക് നല്ല സ്കോർ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ എൻട്രൻസ് എക്സാമുകൾക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, അതിനും സ്കോർ ചെയ്യണോ എന്ത് വേണം, ഉറപ്പായിട്ടും ആ ലെവലിലുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് എന്തെന്ന്, നമ്മുടെ എഡ്ജ് സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, കൂടുതൽ കാര്യങ്ങളും ഒന്നും പറയില്ല. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ക്ലാസ്സസ് വേണമെങ്കിൽ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസും ക്ലാസ്സസും അതുപോലെ തന്നെ NCERT തറവായിട്ട് പഠിക്കുക എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനമാണ്. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ, NCERT ഒരു പോയിന്റ് പോലും ഇടാതെ, ഒരു ക്വസ്റ്റ്യൻ പോലും ഇടാതെ തറവായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ NCERT തറവായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. NCERT കംപ്ലീറ്റ് ആയിട്ട് തറവായിട്ട് ഒരു പോയിന്റ് പോലും ഇടാതെ, അത് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഒരു ലാസ്റ്റ് നൈറ്റ് റിവിഷൻ പോലെയോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ NCERT പഠിക്കേണ്ടത് എങ്ങനെയാ, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു +2 കഴിയുമ്പോൾ തന്നെ നല്ലൊരു എൻട്രൻസ് എക്സാമുകൾ, IMUCT NDA പോലുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോഴേ സ്ട്രക്ചേർഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, പഠിച്ച് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ. സോ നോക്കാം, നമുക്ക് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കിയേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan of 1/2 sin inverse 3/4. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാ, tan of 1/2 sin inverse 3/4. അപ്പൊ ഇത് നമ്മൾ NCERT പഠിച്ച കോൺസെപ്റ്റുകൾ മാത്രം മതിയോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ? ഉറപ്പായിട്ടും അങ്ങനത്തുള്ള ഇത് മതി. നമ്മൾ NCERT പഠിച്ച ടോപ്പിക്സും അല്ലെങ്കിൽ പഠിച്ച കോൺസെപ്റ്റും മാത്രം മതി എന്ത് ചെയ്യാൻ, ഈ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ. ഓക്കെ, പക്ഷെ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന്റെ ഒരു രീതി വ്യത്യാസമാണ്. നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം എന്താ, സൈൻ ഇൻവേഴ്സ് 3/4. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സൈൻ ഇൻവേഴ്സ് 3/4 എന്ന് പറയുന്ന സാധനം എന്താ, അതൊരു ആംഗിളാ അല്ലെ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 3/4. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 3/4 എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ഇൻവേഴ്സ് 3/4 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആംഗിൾ. അതെന്താണ്, ഒരു തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ തന്നേക്കുന്ന എന്താ, ടാൻ ഓഫ് 1/2 ഇൻറ്റു തീറ്റ, അതായത് ടാൻ ഓഫ് θ/2 തന്നേക്കുന്നത്. ടാൻ ഓഫ് θ/2. ടാൻ ഓഫ് θ/2 എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ θ/2 ഡിവൈഡഡ് ബൈ കോസ് θ/2 ആണ്. സൈൻ θ/2 ഡിവൈഡഡ് ബൈ കോസ് θ/2. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയാം, ഒരു സൈൻ θ/2 കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു ഒരു സൈൻ θ/2 ഉണ്ട്. ഇനി അതുകൊണ്ട് ഞാൻ നിർത്തിയില്ല, ഞാൻ ഒരു 2 കൊണ്ട് കൂടി എന്ത് ചെയ്തു, മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഒരു 2 കൊണ്ട് കൂടി മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. മുകളിൽ കിടക്കുന്നത് എന്തായി, 2 സൈൻ സ്ക്വയർ θ/2 ആയി, ദ ഹോൾ ഡിവൈഡ് ബൈ ഇതെന്തായി, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ഫോമിൽ വന്നില്ലേ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ. സോ ഇതെന്തായി, സൈൻ 2 തീറ്റ. ഇവിടെ തീറ്റയ്ക്ക് പകരം വന്നേക്കുന്നത് θ/2 ആ. തീറ്റയ്ക്ക് പകരം വന്നേക്കുന്നത് എന്താ, θ/2 ആ. സോ 2 2 ക്യാൻസൽ ആവും. നമുക്ക് എന്ത് കിട്ടും, 2 സൈൻ സ്ക്വയർ θ/2 ദ ഹോൾ ഡിവൈഡ് ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇതാ നോക്കിയ 2 സൈൻ സ്ക്വയർ θ/2 എന്താ,
നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഇൻവേഴ്സ് പഠിച്ചപ്പോഴും ട്രിഗണോമെട്രി പഠിച്ചപ്പോഴും ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളത് എന്താ 1 മൈനസ് കോസ് തീറ്റ എന്ന് കണ്ടാൽ നമ്മൾ എന്തോ എഴുതണം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതണം. അതുപോലെ 1 പ്ലസ് കോസ് തീറ്റ എന്ന് കണ്ടാൽ എന്ത് എഴുതണം? നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതും? നമുക്കറിയാം നമ്മളുടെ ടാൻ തീറ്റ ബൈ 2 എന്ന് പറയുന്ന സാധനം എന്താ? നമ്മൾ പഠിച്ചു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉണ്ട്? സൈൻ തീറ്റ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആരെയൊക്കെ വേണം? ഈ കോസ് തീറ്റ എന്താണെന്ന് അറിയണം, അതുപോലെ ഈ സൈൻ തീറ്റ എന്താണെന്ന് അറിയണം. കോസ് തീറ്റ എന്താണെന്ന് അറിയണം, അതുപോലെ സൈൻ തീറ്റ എന്താണെന്ന് അറിയണം. എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ കയ്യിൽ സൈൻ തീറ്റ കിടപ്പുണ്ട്. സൈൻ തീറ്റ എത്ര? 3/4 ആണ്. സോ ഡിനോമിനേറ്റർ കിടക്കുന്ന സൈൻ തീറ്റ എത്ര എന്ന് കിടപ്പുണ്ട്? 3/4 ആണ് കിടപ്പുണ്ട്. 1 മൈനസ് ഇനി ആരും അറിയണം? കോസ് തീറ്റ അറിയണം. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നതല്ലേ, നമ്മൾ NCERT പഠിക്കുന്നത്. എന്താ? സൈൻ തീറ്റ നമുക്കറിയാം. നമ്മളൊരു ട്രയാങ്കിൾ എന്ന് വരയ്ക്കും, ഒരു തീറ്റ വെച്ചിട്ടുള്ള ട്രയാങ്കിൾ എന്ന് വരയ്ക്കും. സൈൻ തീറ്റ എത്ര? 3/4, അതായത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്രടാ? ഈ സൈഡ് എങ്ങനെ കിട്ടും? √4² മൈനസ് 3² അല്ലയോ? √4² മൈനസ് 3² ചെയ്യാം, നമുക്ക് √7 ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? √7. അതിൽ നിന്ന് കോസ് തീറ്റ സിമ്പിൾ ആയിട്ട് എഴുതാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √7 ഡിവൈഡഡ് ബൈ 4. സോ √7 ഡിവൈഡഡ് ബൈ 4 which is equal to cross multiply 4 മൈനസ് √7 the whole divided by 3 എന്ന് ആൻസർ കിട്ടും. 4 മൈനസ് √7 the whole divided by 4 ഉണ്ട്, താഴെ 3/4 ഉണ്ട്. 4 ഉം 4 ക്യാൻസൽ ആയിട്ട് ആൻസർ എന്ത് കിട്ടും? 4 മൈനസ് √7 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. എത്ര ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ എന്തോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ അറിയാവുന്ന കോൺസെപ്റ്റുകളും നമുക്ക് അറിയാവുന്ന തന്നെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സോൾവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ IMUCTക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. IMUCTയിൽ ഇൻവേഴ്സിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ.